അരി ദാനം ചെയ്യുന്നത് ദാരിദ്ര്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായിട്ട് വരിക? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അല്ലേ, സെൽഫിഷ് എന്ന് പറയില്ലേ, നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ സമ്പാദിക്കുന്നു, നമ്മുടെ കുടുംബത്തിന് നമുക്ക് മാത്രം, അല്ലാതെ സമൂഹത്തിന് വേണ്ടിയിട്ടോ മറ്റാർക്ക് വേണ്ടിയിട്ടോ നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ല. ആ ഒരു മനോഭാവത്തോടെ വരുന്നവർക്കാണ് എന്തുണ്ടാവുക? ദാരിദ്ര്യം. അങ്ങനെയുള്ളൊരു തെറ്റായിട്ടുള്ള പ്രവണതയിലൂടെ ജീവിച്ചു പോകുന്ന ഒരു പാസ്റ്റ് ലൈഫ് ഉള്ളവർക്കാണ് ഈ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരിക. അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷനാണ് അരി ദാനം ചെയ്യുക എന്നുള്ളത്. അപ്പൊ അരി ദാനം ചെയ്യുന്നതിലൂടെ അവരുടെ ദാരിദ്ര്യം ഇല്ലാതാകും. കാരണം എന്താണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ളത്? അതിനെ ഇല്ലാതാക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞത് ഒരു 20% അല്ലെങ്കിൽ ഒരു 10% നമ്മുടെ സേവിങ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ള റൂട്ടിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ആ ദാരിദ്ര്യം എന്നുള്ളത് ഇല്ലാതാവും എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് എണ്ണയാണ് അല്ലേ. അപ്പോൾ എണ്ണ എന്ന് പറയുമ്പോൾ എണ്ണ ദാനം ചെയ്യാം. എങ്ങനെയൊക്കെ ചെയ്യാം? ക്ഷേത്രങ്ങളിൽ നല്ലെണ്ണ, നെയ്യ് തുടങ്ങിയിട്ടുള്ളത് ക്ഷേത്രങ്ങളിൽ ദാനം ചെയ്യാം. അതുപോലെ തന്നെ അവിടെ സപ്താഹം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ വീട്ടിലൊരു വിവാഹം നടക്കുകയാണെങ്കിൽ അവർക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എണ്ണ ദാനം ചെയ്യുന്നതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങൾക്ക് ഒരു പരിഹാരം എന്നോണം നമുക്ക് ഈ എണ്ണദാനത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത്, ലാസ്റ്റ് എന്ന് പറയുന്നത് പൂവാണ് അല്ലെ, പുഷ്പം. അപ്പൊ പുഷ്പം ദാനം ചെയ്യുന്നതിലൂടെ എന്താണ് അവിടെ ഉണ്ടാവുക എന്ന് വെച്ചാൽ ശാന്തത, ശാന്തി നമുക്ക് ലഭിക്കും, കുടുംബ സമാധാനം. അപ്പൊ എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം ഉണ്ടാവുന്നില്ല. എപ്പോഴും പ്രശ്നങ്ങളാണ്. ധനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സന്താനമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? മനസ്സമാധാനം ഇല്ല അല്ലെ. ഇന്ന് ധാരാളം പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണത്. അപ്പൊ ആ കുടുംബ സമാധാനം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പുഷ്പം ക്ഷേത്രങ്ങളിലേക്ക് കൊടുക്കുക. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഒരു 30 മുഴോളം മുല്ലപ്പൂ അല്ലെ, മുല്ല, മല്ലി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അവിടെ ഒരു അരമുഴം പൂവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ. ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിൽ പോയി, ഗുരുവായൂരപ്പൻ എനിക്കൊരു അരമുഴം പൂ തന്നു, അപ്പൊ എന്നെ അനുഗ്രഹിച്ചു എന്നൊക്കെ നമ്മൾ വിചാരിക്കില്ലേ. അപ്പൊ അതുപോലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 30 മുഴം പൂവ് ക്ഷേത്രത്തിലേക്ക് കൊടുക്കുക. എന്നിട്ട് അവിടെ തൊഴാൻ വരുന്ന സ്ത്രീകൾക്ക് ഒരു അരമുഴത്തോളം കട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, വിതരണം ചെയ്യാനായിട്ട് പറയാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കുടുംബ സമാധാനം നിലനിർത്താനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ശതമാനം എങ്കിലും നമ്മൾ സമൂഹ സേവനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മദോഷങ്ങൾക്കും പരിഹാരമായി നാമും എന്തിലേക്ക് വരുന്നു? ലോണെല്ലാം അടച്ചു തീർത്ത് ഡെപ്പോസിറ്റ് എന്ന ഒരു ലെവലിലേക്ക് നമ്മൾ വരുന്നു. അതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം ഉയർന്ന തരത്തിൽ ജീവിച്ച് വളരെ സുഗമമായിട്ട് ഈ ജീവിതം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ പുതിയൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.